BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സർക്കാരിന് കീഴിലുള്ള മിഷൻ വാത്സല്യ പദ്ധതി പ്രകാരം എറണാകുളം ജില്ലയിലെ ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ 600ഓളം കുട്ടികളെ. 48 ചൈൽഡ് കെയർ സ്ഥാപനങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 2 സർക്കാർ ഉടമസ്ഥതയിലുള്ളതും 46 NGOകൾക്ക് കീഴിലുള്ളതുമാണ്. അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളെയാണ് പ്രധാനമായും ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള മിഷൻ വാത്സല്യ പദ്ധതി പ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവിലൂടെയാണ് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കാണ് മേൽനോട്ട ചുമതല. അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ട കുട്ടികൾ മുതൽ സുരക്ഷയില്ലാതെ വീടുകളിൽ കഴിയേണ്ടി വരുന്ന കുട്ടികളെ വരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകി കരുതലോടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുക, ആരോഗ്യമുള്ള സന്തോഷപ്രദമായ ബാല്യകാലം ഉറപ്പാക്കുക, അവരിലെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് സെന്ററിലൂടെ നടപ്പാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളോടെയാണ് പദ്ധതിയുടെ പ്രവർത്തനം. മദ്യലഹരിയിൽ ബിവറേജസ് കോർപ്പറേഷനിലെ ഔട്ട്ലെറ്റിൽ പോലീസുകാരുടെ പരാക്രമം. പണം നൽകാതെ മദ്യക്കുപ്പിയുമായി ഓടാൻ ശ്രമിച്ചതിനു പുറമെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിനടുത്ത് പട്ടിമറ്റത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. പട്ടിമറ്റം പറക്കോടുകര കച്ചുരുത്തി വീട്ടിൽ KK ഗോപിയാണ് മദ്യക്കടയിലെത്തി പരാക്രമം കാട്ടിയത്. ഹെഡ് കോൺസ്റ്റബിളായ KK ഗോപി പോലീസിൽ ഡ്രൈവറാണ്. രാവിലെ 10:45 ഔട്ട്ലെറ്റിലെത്തിയ ഗോപി പണമടയ്ക്കുന്ന കൗണ്ടറിനരികിലെത്തി ജീവനക്കാരിയോട് തർക്കിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ അസഭ്യം പറഞ്ഞതിനു ശേഷം കുപ്പിയുമായി ഗോപി പുറത്തേക്ക് ഓടുന്നതും ദൃശ്യത്തിലുണ്ട്. ഔട്ട്ലെറ്റിന്റെ മേൽനോട്ട ചുമതലയുള്ള തന്നോട് മോശമായി പെരുമാറിയെന്നും പരാതിയിൽ ജീവനക്കാരി പറയുന്നു. പുറത്തേക്കോടിയ ഗോപിയെ വാതിൽക്കൽ നിന്ന് മറ്റൊരു ജീവനക്കാരിയും മദ്യം വാങ്ങാനെത്തിയ മറ്റുള്ളവരും ചേർന്ന് പിടിച്ചു നിർത്തി. ഇതിനിടെ ഉന്തിലും തള്ളിലും വാതിൽ പൊളിഞ്ഞു വീണു. ഗോപി വീണ്ടും കടയ്ക്കുള്ളിൽ കയറി ജീവനക്കാരെ അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജീവനക്കാരെ മർദ്ദിച്ചതിന് ബിവറേജസ് കോർപ്പറേഷനും പോലീസിനെ സമീപിക്കും. ടെൻഡറിൽ പങ്കെടുക്കാതെ കരാറുകാർ. മില്ലുങ്കൽ പുത്തൻകാവ് റോഡ് നവീകരണം അനിശ്ചിതത്വത്തിൽ. എറണാകുളം സംസ്ഥാന പാതയുടെ തകർന്നു കിടക്കുന്ന മില്ലുങ്കൽ മുതൽ പുത്തൻകാവ് വരെയുള്ള റോഡ് നവീകരണ പദ്ധതിയാണ് ടെൻഡർ നൽകാൻ പോലും കരാറുകാരൻ തയ്യാറാക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. 1.5 കിലോമീറ്ററുള്ള റോഡ് ടാർ ചെയ്യുന്നതിനും കാട് കയറി കിടക്കുന്ന വശങ്ങൾ മനോഹരമാക്കുന്നതിനുമായി 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ ക്ഷണിച്ചെങ്കിലും അവസാന തീയതിയായ 18 വരെ ഒരാൾ പോലും ടെൻഡർ നൽകിയില്ല. നേരത്തെ പൂർത്തീകരിച്ച പദ്ധതിയുടെ തുക സർക്കാരിൽ നിന്നും ലഭിക്കാത്തതാണ് കരാറുകാർ വിട്ടുനിൽക്കാൻ കാരണം. ആരും ടെൻഡറിൽ പങ്കെടുക്കാത്തതിനാൽ ടെൻഡർ തീയതി നാളെ വരെ നീട്ടിയിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ടെൻഡറിൽ പങ്കെടുക്കാൻ വിവിധ കരാറുകാരെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ പതിവായതോടെ എങ്ങനെയും കരാറുകാരനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. ഫുട്ബോൾ മത്സരത്തിനിടെ മകന് ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കിയതിൽ പ്രകോപിതനായ പിതാവ് കളിക്കളത്തിൽ വടിവാളുമായെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. മൂവാറ്റുപുഴ പ്ലാമൂട്ടിൽ ഹാരിസ് അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറാടിയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിനിടെയാണ് വടിവാൾ വീശി കളി തടസ്സപ്പെടുത്തുകയും കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. മൂവാറ്റുപുഴയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഹാരിസ്. പൊതുസ്ഥലത്ത് ആയുധവുമായെത്തി സംഘർഷം സൃഷ്ടിച്ചതുൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കളിക്കിടെ ഫൗൾ ചെയ്തതിനും ഹാരിസിന്റെ മകനെ റെഡ് കാർഡ് നൽകി റഫറി പുറത്താക്കിയിരുന്നു. എന്നാൽ കളിക്കളത്തിൽ നിന്ന് പുറത്തുപോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കളിക്കാർ തമ്മിൽ കയ്യാങ്കളി നടന്നു. ഇതിനിടെ മകനെ മറ്റു കളിക്കാർ കയ്യേറ്റം ചെയ്തത് എന്ന് അറിഞ്ഞാണ് ഹാരിസ് വടിവാളുമായി എത്തിയത്. വടിവാൾ വീശി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ഹാരിസിനെ കൂടെ എത്തിയവർ തന്നെയാണ് പിന്തിരിപ്പിച്ചത്. വടിവാൾ വീശി വധഭീഷണി മുഴക്കിയെന്നും സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാണിച്ച കുട്ടികൾ പോലീസിൽ പരാതി നൽകിയതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്.
പാഠപുസ്തകങ്ങൾക്കപ്പുറത്തെ വിശാല പഠന മേഖലയാണ് തേവയ്ക്കൽ തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി തുറന്നിടുന്നത്. നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ സാമൂഹിക സേവന സാന്ത്വന രംഗങ്ങളിൽ സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി മാറുകയാണ്. ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് കരുതലിന്റെയും സാന്ത്വനത്തിന്റെയും സ്നേഹസ്പർശമാണ് ഇവിടുത്തെ NSS വിദ്യാർത്ഥികൾ. എടത്തല ഗ്രാമപഞ്ചായത്തിന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2 വർഷത്തിനിടെ ഈ കുട്ടികൾ 3 തവണ സന്ദർശിച്ചു. ഇതിനിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് 2 വീൽചെയർ സംഭാവന ചെയ്തിരുന്നു. ന്യൂസ് പേപ്പർ സ്ക്രോപ്പ് ചലഞ്ചുകളിലൂടെ ലഭിച്ച തുകയ്ക്കൊപ്പം സ്വന്തമായി കയ്യിൽ നിന്നെടുത്തുമാണ് വീൽചെയർ വാങ്ങാൻ തുക കണ്ടെത്തിയത്. രോഗികൾക്കും സഹായികൾക്കും ഉപകാരപ്രദമായ വായനാ തണലും ഇവിടെ സജ്ജീകരിച്ചിരുന്നു. ഭിന്നശേഷി കുട്ടികളും അനാഥരും അഗതികളുമായ വയോധികരും താമസിക്കുന്ന സ്ഥാപനങ്ങളിലെത്തി അവരോടൊപ്പം കലാപരിപാടികൾ അവതരിപ്പിച്ച് ആഘോഷദിനങ്ങൾ വേറിട്ടതാക്കാനും ഇവർ ശ്രദ്ധ ചെലുത്തുന്നു. ശിശുദിനത്തിലും മറ്റ് അവസരങ്ങളിലും അംഗൻവാടികൾ സന്ദർശിച്ച് കുരുന്നുകൾക്കൊപ്പം ആടിയും പാടിയും അവർക്ക് സന്തോഷം പകരുന്നു. പരിസര പ്രദേശത്തെ 2 അംഗനവാടികളും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു. ഈ വാർഡിലെ കൈലാസ് നഗർ അംഗനവാടി NSSA ഏറ്റെടുത്ത് ദത്ത് ഗ്രാമമായി പ്രഖ്യാപിക്കുകയും വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.